പൃഥ്വിരാജ് നമ്പർ 1 സൂപ്പർ. കുഴപ്പമില്ല. പൃഥ്വിരാജ് നല്ല ഒരു പെർഫോമൻസ് പറയാൻ വാക്കുകളില്ല. അത്ര നന്നായിട്ട്, വളരെ ഭയങ്കര നന്നായിട്ടുണ്ട്. അതിനുവേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മച്ചി എല്ലാവരും ഒരു വേറൊരു മൂഡായി. ഫീൽ റിയലി ബാഡ്. സൂപ്പർ ആക്ടിങ്, സൂപ്പർ ഡയറക്ഷൻ, സൂപ്പർ പടം, അസാധ്യ അഭിനയം. ഇല്ല നല്ല പടം, ഇഷ്ടപ്പെട്ടു. നല്ല പടം, കരഞ്ഞു പോയിരുന്നു. പൊളി പടമായിരുന്നു, കൊള്ളായിരുന്നു. ആക്ടിങ് കൊള്ളായിരുന്നു ആളെ, അത്ര. എക്സ്ട്രാordinary. Can't believe. Of course, definitely. അടിപൊളി സിനിമ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ, സൂപ്പർ, അടിപൊളി. ട്രെയിലർ കണ്ടായിരുന്നു. അടിപൊളി. പൃഥ്വിരാജ് സൂപ്പർ. പടം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ടെക്നിക്കൽ സൈഡെല്ലാം ബെറ്റർ തന്നെയായിരുന്നു. മ്യൂസിക് ഓക്കെ ഫീൽ ചെയ്താണ്. ബാക്കി സൗണ്ട് എഫക്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു. വിഷ്വലൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനത്തെ ഒരു പടം അധികം കണ്ടിട്ടില്ല. പൃഥ്വിരാജ് നല്ലൊരു ബെസ്റ്റ് ആക്ടിങ്. പൃഥ്വിരാജിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. കൊള്ളായിരുന്നു. മെലിഞ്ചറുള്ള അത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ഞെട്ടിപ്പോയായിരുന്നു. കാരണം എങ്ങനെയായിരുന്നു ഇതൊക്കെ എടുത്തതെന്നുള്ള അങ്ങനത്തെ സംഭവങ്ങളുണ്ട് തോന്നിയത്. പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും എന്തെങ്കിലും ഇതിപ്പോൾ നോമിനേഷന് പോയിട്ടുണ്ടെന്നാണ് കേട്ടത്, ഓസ്കാറിൻ്റെ. എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല. അല്ല, പറയുന്നത് കേട്ടതാണ്, കൂടുതൽ കാര്യമൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം. കൊള്ളാം, നല്ല പടം, തറക്കടലത്ത് നല്ലൊരു ഫിലിം. സ്റ്റോറി നേരത്തെ കുറിച്ച് അറിയാമായിരുന്നു. മൂവിയായിട്ട് വളരെ നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല സൂപ്പറായിരുന്നു. അത് നല്ല ഡയറക്ഷനും കൊള്ളാം. ആക്ടേഴ്സ് സൂപ്പറായിട്ടുണ്ട്. എല്ലാവരുടെയും നന്നായിട്ടുണ്ട്. ടോട്ടലി നല്ല സിനിമ കാണാൻ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. സൂപ്പറായിട്ടുള്ള അതാണ് ഏറ്റവും ബെറ്റർ. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഉണ്ടായിരിക്കും ഇത്തവണ. ചാൻസ് ഉണ്ട് 100%. ഇല്ല, വായിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. നല്ല പടം, നല്ല പൃഥ്വിരാജ് സൂപ്പർ. ഷോക്കായിരുന്നു. നമ്മളൊക്കെ എന്ത് ലൈഫാണ് എൻജോയ് ചെയ്യണം എന്നുള്ളത് ഈ പടം പോലെ, ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. വെരി നൈസ്. കുഴപ്പമില്ല, അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് രാജുവേട്ടൻ്റെ അഭിനയമൊക്കെ എന്താ പറയുക, എന്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കണം. നാഷണൽ അവാർഡൊക്കെ കൊടുക്കണം സിനിമ. അതെ, സൂപ്പർ പടം. പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയം, ആഫ്രിക്കക്കാരൻ്റെയൊക്കെ അഭിനയം നല്ല സൂപ്പർ പടം. എല്ലാം സൗണ്ടും എല്ലാം സൂപ്പറായിരുന്നു. നല്ല പടമായിരുന്നു, നന്നായിട്ടുണ്ട്. ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടപ്പം വരെ തോന്നിയ, പക്ഷേ പുസ്തകം വായിച്ച് വന്നുകൂടി ഇതാണ് തോന്നിയത്. അടിപൊളി. ഓസ്കാർ അവാർഡ് കിട്ടാൻ തോന്നുന്നുണ്ടോ? സൂപ്പർ. നാഷണൽ അവാർഡ് സൂപ്പറായിരുന്നു. വളരെ സൂപ്പർ ഹിറ്റ് പടം. എല്ലാവരുടെയും നല്ല അഭിനയമൊക്കെ എന്നെ കൊള്ളായിരുന്നു. എന്തോ നന്നായിരുന്നു. അവാർഡ് കിട്ടണം എന്നാണ്. അതെ. അടിപൊളി സിനിമ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഓക്കെ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അടിപൊളി. അടിപൊളി. ഓക്കെ, നന്നായിട്ടുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, നോവലിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഗുഡ്. നല്ല ഫിലിം, നല്ല സൂപ്പറായിട്ട് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ചെയ്തിട്ടുണ്ട്. ബുക്സ് ഞാൻ വായിച്ചില്ല. ഞാൻ TV-യിൽ കണ്ടായിരുന്നു ഇത് കുറച്ച്.
സൂപ്പർ എല്ലാവരും 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നല്ലോ ഈ അതെ അതിനുള്ളൊരു ഇതുണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോഴത്തെ അതാണ് അത് കാരണം എനിക്ക് നോവൽ വായിക്കണമെന്നുണ്ടായിരുന്നു. ഞാനും വെളിയിലാണ്, ഗൾഫിലാണ്, ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. കണ്ടപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് അവിടെ ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ 1992 ഗൾഫിൽ പോയതാണ് ഖത്തറിൽ. അപ്പോൾ അവിടുത്തെ ജീവിതമായിട്ട് ശരിക്കും ബെസ്റ്റായിട്ടുണ്ട്. നല്ല പടമാണ്. അറിയാമോ നോവൽ പുസ്തകം വായിച്ചു? ഇല്ല ഇപ്പോൾ പുസ്തകം വായിച്ചിട്ടില്ല, കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ല പടം. പെർഫോമൻസ് എങ്ങനെയുണ്ട്? നല്ല അവാർഡെന്തെങ്കിലും കിട്ടുമോ? ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. കണ്ടിട്ട് എഫർട്ടൊക്കെ ഒരു അതെ നല്ല എഫേർട്ടാണ്.